യോ 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 അപ്പോൾ 61 ഹാബിറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് വനിതാ വിനീതയിലാണ്. അപ്പോൾ നടികറിൻ്റെ പബ്ലിക് റെസ്പോൺസ് എന്താണെന്ന് അറിയാം. എങ്ങനെയുണ്ടായി തിയേറ്റർ എക്സ്പീരിയൻസ്? എന്നോട് ചോദിക്കുന്നത് കാര്യമുള്ളൂ. തുടക്കം മുതൽ പ്രതീക്ഷ പോലെ വന്നോ? അത് പ്രതീക്ഷ പോലെ വന്നിട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവരുടെ റെസ്പോൺസ് ചെയ്യുന്നതാണ് അറിയാൻ. സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു അഭിപ്രായമാണ് അറിയേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് സിനിമ കാത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് വളരെ ഹാപ്പി ആയിരുന്നു ഓൾറെഡി റിലീസിന് മുമ്പേ. ഞാൻ കണ്ടിടത്തോളം തിയേറ്ററിൽ അവസാനം ആ ഒരു കയ്യടി ഞാൻ പ്രതീക്ഷിക്കുന്നത് കിട്ടി. ഞാൻ വിചാരിക്കുന്നത് അവർക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കൈയടിച്ചാണെന്നുള്ളതാണ്. നടികർ സീൻ മാറ്റോ? സുഷിനോട് ചോദിക്കണം. ഓക്കെ, ചെറിയൊരു ഗ്യാപ്പ് അങ്ങോട്ട് അടിപൊളി പടം. ടോവിനോയുടെ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. അടിപൊളി, ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. അടിപൊളിയാണ്. ഗംഭീരമായിട്ടുണ്ട്. അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ടോവിനോ ചായ എങ്ങനെയുണ്ടാവും? ചേച്ചി പടം എങ്ങനെയുണ്ടായി? ചേച്ചി പടം ചേട്ടാ പടം എങ്ങനെയുണ്ടായി? ചന്തു ബ്രോ എങ്ങനെയുണ്ടായി തിയേറ്ററിൽ? അടിപൊളി. ഡേവിഡ് പണിക്കരായിട്ട് ഗംഭീരമായിട്ട് ആറാടി തിമിർത്ത് അഭിനയിച്ചാണ്. ഒരു രക്ഷയില്ല. ഒരു സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറയുമ്പോൾ ഇതാണ്. അഭിനയം പഠിക്കണമെങ്കിൽ ഇങ്ങനത്തെ സിനിമയ്ക്കുള്ള സിനിമ കാണുമ്പോൾ ഓരോ വ്യക്തികൾക്കുള്ളിൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ അഭിനയം പഠിക്കാൻ പറ്റുള്ളൂ. ഒരു ആക്ടിംഗ് ക്ലാസ് പോലെയാണ് എനിക്ക് സിനിമ കാണുമ്പോൾ തോന്നിയത്. അപ്പോൾ ഭാവനയുടെയും ടോവിനോയുടെയും ഗംഭീര പെർഫോമൻസ് ആണ്. ഹണി ബി 2-ന് ശേഷം ഗംഭീരമായിട്ടുള്ള ഡയറക്ഷനാണ് നമ്മുടെ ലാൽ ജൂനിയർ ഡയറക്ടറിയിരിക്കുന്നു. അപ്പോൾ ഗംഭീര സിനിമ. ടോവിനോനെ കണ്ടപ്പോൾ ടോവിനെ പോലെ സ്ക്രീനിൽ കണ്ട് നേരിട്ട് ഇപ്പോൾ കാണാൻ പറ്റില്ല. പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. അഭിനയമാണ്. അഭിനയം കൊള്ളാം, ഗംഭീരമുണ്ട്. അതുപോലെ ആവാൻ തോന്നുന്നില്ലേ? അതുപോലെ ആവാൻ തോന്നുന്നില്ലേ? ഡയറക്ടർമാർ ചാൻസ് വന്നു കഴിഞ്ഞാൽ അഭിനയിക്കാൻ പറ്റും. മസ്റ്റ് വാച്ചാണ്. അതുപോലെ കോസ്റ്റ്യൂം ഡിസൈനിങ് തകർത്ത് എല്ലാം എന്ന് വെച്ചാൽ ഇതിനകത്ത് മോശമൊന്നുമില്ല. നല്ല കളർഫുൾ. കണ്ടുകൊണ്ടിരിക്കാൻ ഒരു മടുപ്പുമില്ല. ഒരു മണിക്കൂർ പടം കഴിഞ്ഞ പോലെ തോന്നുന്നുണ്ട്. 2.5 മണിക്കൂർ പടം അതുപോലെ എന്റർടൈനിങ് കേട്ടോ. റിയൽ ലൈഫ് പേഴ്സണായിട്ട് എക്സാക്ട് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടില്ല, പക്ഷെ കുറേ എലമെന്റ്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ലൈക്ക് ഹീസ് എ പേഴ്സൺ ഹു ക്യാരക്ടർ മീൻസ് ഹി വാണ്ട്സ് ടു ഷോ എ ലോട്ട് ഓഫ്. ആളുടെ കയ്യിൽ കാശുണ്ട്, അത് കാണിക്കണം. അപ്പോൾ അത് കാണിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അത് കോസ്റ്റ്യൂമിലും ആളുടെ കാർസും അതിലെല്ലാം കാണിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ മെയിൻ തിങ്. പിന്നെ അങ്ങനെ കാണിക്കാൻ വേണ്ടി കളേഴ്സ് ലൈക്ക് രൺവീർ സിംഗ് ആൻഡ് കരൺ ജോഹർ യൂസസ് ലോട്ട് ഓഫ് കളേഴ്സ്. പക്ഷേ എക്സാക്ട്ലി അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. കുറേ പ്രിൻറ്റ് യൂസ് ചെയ്യും, ജ്വല്ലറി കുറേ യൂസ് ചെയ്യും. സോ അതായിരുന്നു എൻ്റെ മെയിൻ ഇൻസ്പിറേഷൻ. ആ കുറേ എലമെൻറ്റ്സ് ഇവിടെ അവിടെ നിന്നൊക്കെ എടുത്തിട്ടാണ് ആ ഒരു ക്യാരക്ടർ കോസ്റ്റ്യൂം ഉണ്ടാക്കിയത്. അത് ആർജിയും ഞാനും ഒരുമിച്ച് ഡിസൈഡ് ചെയ്താൽ. പിന്നെ ഒബ്വിയസ്ലി ജീൻ വാസ് ഓൾസോ ദെയർ. സോ വി വർ തിങ്കിങ് കളർ ചെയ്യണോ വേണ്ടോ നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു. ജിപ്സി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു എന്താ പറയുക, ലൈക്ക് ഹീസ് എ കുറച്ച് സെമി ബോഹോ ടൈപ്പ് ആണെങ്കിലും ആൾക്ക് നെയിൽ പോളിഷ് ഇട്ടാലും കുഴപ്പമില്ല, ജ്വല്ലറി ആണെങ്കിലും കുഴപ്പമില്ല. ഒരു ജനറൽ ന്യൂട്രൽ
പറയാം. പിന്നെ മെറ്റീരിയൽ ആണെങ്കിലും കോസ്റ്റ്യൂമിൻ്റെ ഒക്കെ ഭയങ്കര നാച്ചുറൽ മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹി ലവ്സ് നേച്ചർ എ ലോട്ട്. ആർമിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരാളാണ്. ആ ഒരു ക്യാരക്ടറാണ് ആ കോസ്റ്റ്യൂമിനൂടി ഞാൻ കൊണ്ടുവരാൻ നോക്കിയത്. ഉണ്ട്, പക്ഷേ കൂടുതൽ സൗബി ബ്രോന്റെ കൂടെയാണ്. എങ്ങനെയുണ്ടായിരുന്നു സൗബിനായിട്ടുള്ള എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. പടം എങ്ങനെയുണ്ടായി? ഓഡിയൻസ് പടം അടിപൊളിയായിരുന്നു. ഞങ്ങൾ നടന്മാരും കുഞ്ഞു നടന്മാരും നടികളായിട്ടുള്ള ഈ സിനിമ ഞങ്ങൾക്ക് നല്ലോണം മെസ്സേജ് തരുന്നുണ്ട്. സൂപ്പർ സ്റ്റാർ ആയിട്ട് കാര്യമില്ല. നമ്മള് ഇഷ്ടപ്പെട്ടു. സൗബിൻ ടോവിയും ഒക്കെ എങ്ങനെയുണ്ടായി? അടിപൊളിയല്ലേ? അടിപൊളിയായിരുന്നു. നിങ്ങൾ കണ്ടോ? അടിപൊളിയായിരുന്നു. ഭയങ്കര ഒരു വെറൈറ്റി സ്റ്റോറിയാണ്. അതെ, ഇത് സ്റ്റാർഡം ഒരു ആക്ടറിന്റെ ഒരു ജേർണിയാണ് കാണിക്കുന്നത്. അങ്ങനെ അതുപോലല്ല, ഇത് അത് ഇച്ചിരി കൂടെ ഒരു കോമഡി ഹ്യൂമർ പരിപാടിയില്ല. ഇത് ഒരാളുടെ ഒരു ആക്ടർ. സ്റ്റാർഡം ആഗ്രഹിക്കും, ഓഫ്കോഴ്സ്, സ്വാഭാവികമായി ആഗ്രഹിക്കും. പക്ഷെ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ, നല്ല ആക്ടർ ആവാന്നാണ് എല്ലാ സ്റ്റാറിന്റെയും ആഗ്രഹം എന്നാണ് ഈ പടത്തിൽ അവർ കാണിക്കുന്നത്. സോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ലല്ലേ, മുന്നേ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. നല്ല പടമാണ്, എല്ലാവരും പോയി കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിരിക്കുന്നു. എന്റെ ടേസ്റ്റ് അനുസരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും. എന്റർടൈനിങ് ആക്ടിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കണ്ടു. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതൊരു വെറൈറ്റി ഉണ്ടായിരുന്നു. കുറച്ചും കൂടി ഫാഷനബിൾ ആയിട്ടുള്ള കുറെ ജനങ്ങളുടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ റെഫറൻസ് എന്ന് പറയുമ്പോൾ ടോവിനം തന്നെ പറയണ്ട. അതായത് സൂപ്പർ സ്റ്റാർ എന്നുള്ള സ്റ്റാർട്ടത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഭിനേതാവ്, അത് പ്രേക്ഷകർ കൈയടിക്കണം. എന്താ, നമ്മളൊരു അഭിനേതാവിനെ കാണുന്ന രൂപത്തിലുള്ളത്. അത് ആക്ടിങ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും എല്ലാം ഇതിൽ ബന്ധപ്പെടും. അത് അതിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ മറ്റേ ക്യാരക്ടർ വെച്ചാലുള്ള പേര് ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടർ. അപ്പം അങ്ങനെയുള്ളൊരു ആ ഒരു ഡിഫറൻറ്റിൽ വരുന്നുണ്ട് ഇതിൻ്റെ ക്യാരക്ടറിൻ്റെ വ്യത്യാസം. അവർ തന്നെ അത് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ആക്ടർക്ക് വേണ്ടി സംഭവങ്ങൾ എങ്ങനെയാണ് അഭിനയിക്കേണ്ടത്, റിയൽ ആയിട്ട് എങ്ങനെ അഭിനയിക്കേണ്ടത്, സിനിമയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് അഭിനയിക്കേണ്ടത് എന്നുള്ള സംഭവങ്ങളൊക്കെ സൗബിൻ്റെ ക്യാരക്ടർ ഇവർ രണ്ടാളും കാണിച്ചു. സൗബിൻ്റെ മറ്റേ അധ്യാപകനായിട്ടുള്ള വരുന്നത്, ആക്ടിങ് അധ്യാപകനായിട്ടുള്ള വരുന്നത്. അപ്പോൾ അവരെന്നെ അത് പറയുന്നുണ്ട്, റിയൽ ആയിട്ട് എങ്ങനെ അഭിനയിക്കേണ്ടത്. അവരായിട്ടുള്ള കോംബോ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, നല്ല വർക്കൗട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റിയ ആർട്ടിസ്റ്റായിട്ട് തന്നെ ഇതിൽ നമുക്ക് പെർഫോമൻസിൻ്റെ ബേസിലാണെങ്കിലും അവർ കോംബോ നന്നായിട്ട് വർക്കായിട്ടുണ്ട് ഈ പടത്തിൽ. അങ്ങനെ ഒരിക്കലും പറ്റില്ല. അത് അതിനോട് ഞാൻ ഒട്ടി യോജിക്കാത്ത ആളാണ്. കാരണം അത് രണ്ട് എക്സ്ട്രീം ലെവലിലുള്ള ആർട്ടിസ്റ്റുകളാണ് അവർ രണ്ടുപേരും. അയാൾക്ക് അയാളതായിട്ടുള്ള സംഭവം ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്കത് അങ്ങനെ പ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ആ സിനിമയുടെ ടോണല്ലല്ലോ ഈ സിനിമ. രണ്ട് സ്റ്റോറിയല്ലേ പറയുന്നത്. ഹിറ്റ് എന്ന് പറയാനല്ല, ഇത് ഈ പറഞ്ഞ പോലെ ഹിറ്റ് അടിക്കുക എന്നുള്ളത് നമ്മൾ ഈ 100 കോടി 200 കോടി എന്നല്ല. ജനങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ നടക്കും. അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. ആൾക്കാർ കണ്ടതിൻ്റെ അഭിപ്രായം പറയട്ടെ. അപ്പോഴാണ് ഒരു ഹിറ്റ്. അല്ലാതെ ഒരു സിനിമ ഇറങ്ങി ഇത് 200 കോടിക്ക് 300 കോടി അങ്ങനെ ഒരു സിനിമ അല്ല സംഭവം. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആ സിനിമയ്ക്ക് യാതൊരു ലാഗും ഇല്ല. 100% എന്റർടൈൻമെന്റ്. പിന്നെ തോന്നുകൂടെ കാണിച്ച പോലെ തോന്നുകൂടെ തന്നെ കാണിക്കും. സിനിമയ്ക്കുള്ള സിനിമ സൗബിനായാലും പാണ്ഡ്യ ടീച്ചർ തന്നെയാണ്. സൗബിനായാലും സലികുമാർ മാനായാലും ബാലുവർ ഗീസ് ആയാലും സുരേഷ് കൃഷ്ണൻ എല്ലാം നോമിനേറ്റഡ്. അത് എന്റർടൈനറാണ്. ഇതിലേക്ക് മെസ്സേജ് ഒന്നുമില്ല. ഇതിൽ കൂടുതൽ കാണിക്കുന്ന മെത്തേഡ് ആക്ടിങ് ആണ്. മിക്ക ആക്ടേഴ്സ് മെത്തേഡ് ആക്ടേഴ്സ്, മമ്മൂട്ടി ആയാലും ഫാദർ ആയാലും ഹോളിവുഡ് ആക്ടേഴ്സ് എല്ലാം മെത്തേഡ് ആക്ടേഴ്സാണ്. അതിലൊരു കോണാക്ട് വന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. ഭാവനയായിട്ട് പോകുമ്പോൾ എങ്ങനെയുണ്ട്? അങ്ങനെ ചെയ്യണ്ടോ? അങ്ങനെ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ ആചരിക്കും. സിനിമയ്ക്കുള്ളിൽ റിയൽസിക്കും. ശരിക്കും റിയൽസിക്കും സിനിമയ്ക്കുള്ളിൽ ഇത് മൈക്കൂർ മഞ്ഞൾ ബോയ്സ് അല്ലെങ്കിൽ ആവേശം പോലെ ഇട്ടാണ് ലാഗില്ല. ഇന്ന് ജാട കൂടിപ്പോയി അദ്ദേഹം തുറന്നു പറയുന്ന ആ വീഡിയോയിൽ. എന്തായാലും ഈ ഡയറക്ടർ നമ്മുടെ ലാൽ ജൂനിയർ ഇതെല്ലാം തുറന്നു കാണിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് നടികർ എന്ന സിനിമ. ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ള സൗബിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിന് ശേഷം അദ്ദേഹം ശക്തമായി ചെയ്തിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ സിനിമയിൽ. അതുപോലെ സലിംകുമാറിൻ്റെ മോൻ ചന്തു. പിന്നെ ഒരു കാര്യമുണ്ട്, ക്ലൈമാക്സ് വേറെ ലെവലാട്ടോ ഈ സിനിമയിൽ. ഞാൻ പറയുന്നില്ല, എല്ലാവരും സിനിമ കാണാനുള്ളതാണ്. ക്ലൈമാക്സ് നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞു എന്ന് തന്നെ പറയാം.
ഈ സിനിമയിൽ നിന്ന് അനുമേനോൻ ചേട്ടൻ ഒരു വ്യത്യസ്തമായ ഒരു വേഷമാണ് സിനിമ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഭാവന ഇടക്കാലം കൊണ്ട് കുറച്ച് സിനിമകൾ ചെയ്തെങ്കിലും ഭാവനയാണ് ഈ സിനിമയിലൂടെ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. കാരണം ടൊവിനോയുടെ നായിക കഥാപാത്രമായ ഒരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ. സുരേഷ് കൃഷ്ണ വില്ലൻ വേഷത്തിൽ നിന്ന് കോമഡിയിൽ തിരിഞ്ഞ് വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. നല്ല രസമുള്ള ഒരു സിനിമയാണ്. ഇന്ദ്രൻസ് ചേട്ടൻ ഗസ്റ്റ് വേഷം ചെയ്തിട്ടുണ്ട്. സെന്റിമെന്റ്സ് ആണെങ്കിൽ നമ്മൾ നല്ല രീതിയിലാണ് വർക്കൗട്ട് ചെയ്തിട്ട് കരഞ്ഞു പോകും. പാട്ടുകളാണെങ്കിലും BGM ആണെങ്കിലും ക്യാമറ ആണെങ്കിലും എഡിറ്റിംഗ് എല്ലാം സൂപ്പറാണ്. എന്തായാലും നാട്ടുകാർ കാണേണ്ട ഒരു സിനിമയാണ്. സിനിമയ്ക്കുള്ളിൽ ഒരു സിനിമയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കേവലം ഈ ആരാധകരുടെ ഈ ഒരു ആഹ്ലാദപ്രകടനത്തിനുപരി അഭിനയത്തിൽ കേവലമല്ല, അത് വലിയ കാര്യമാണ്. അതാണ് കേവലം എന്ന് പറയാൻ പറ്റില്ല. ആഹ്ലാദപ്രകടനം തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ സിനിമയിൽ പറഞ്ഞു സൗന്ദര്യം, അങ്ങനെ ലിപ് ലോക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ അതല്ല, അതിനപ്പുറത്ത് അഭിനയമാണ് ഒരു ആക്ടറിന്റെ കഴിവ് എന്നുള്ളത്. അഭിനയമാണല്ലോ, നടനമാണല്ലോ നടന്റെ ജോലി. അത് തന്നെയാണല്ലോ നമ്മൾ എക്സൽ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും എന്തോ ഭയങ്കര അടിപൊളിയായിരുന്നു സൗബികയുടെ ക്യാരക്ടർ. എനിക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇമോഷണൽ സീനുകളിലൊക്കെ ആണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഞങ്ങളിപ്പോൾ പടം ഇപ്പോൾ കണ്ടിറങ്ങി. എനിക്കൊരു ആവറേജ് ഫീൽ ആയിട്ടാണ് തോന്നിയത് പടം. ഒരു സിനിമ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ലാഗ് എനിക്ക് പല സ്ഥലത്തും തോന്നി. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ്യൂം ഒരു രക്ഷയില്ല. നമ്മളൊരു തല്ലുവാല വൈബൊക്കെ അടിച്ചിട്ടുണ്ട്. എല്ലായിടത്തും നല്ല കോസ്റ്റ്യൂം സെലക്ഷൻ ആണെങ്കിലും സൗബിൻ്റെ ആണെങ്കിലും ടൊവിനോയുടെ ആണെങ്കിലും ബാലു വർഗീസിൻ്റെ ആണെങ്കിലും എല്ലാവരും കോസ്റ്റ്യൂം വൈസ് എല്ലാം പക്കയായിരുന്നു. പിന്നെ എനിക്ക് പടം ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം യൂത്തിനാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടുള്ളൂ. അല്ലാത്തവർക്ക് ലാഗ് അടിച്ച് കുറച്ച് ബുദ്ധിമുട്ടും. നോർമൽ ഒരു പടം, തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ ജീൻലാൽ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് പടം. അതിൻ്റെ ക്വാളിറ്റിയും അതിൽ കാണാനുണ്ട്. നമ്മുടെ ഹണി വൈബ് എഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടൊവിനോ നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമയിൽ ഉള്ളിലൊരു സിനിമ ആയതുകൊണ്ട് അതിൻ്റെ ലാഗ് നമുക്കെല്ലാം കാണാം. അപ്പോൾ ബൈ.